ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ. പക്ഷേ അമ്മ അനിയത്തി അനിയനൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് കോഴ്സിൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. റിസൾട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ പിക്സൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സാമിന് ഞാൻ ഇവിടെ നിന്നാണ് പോയത്. ഇവിടെ നിന്നാകുമ്പോൾ എറണാകുളത്തിനടുത്തായതുകൊണ്ട് അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോയില്ല. ചേട്ടായി പിന്നെ എക്സാമിന് ഒന്ന് കൊണ്ടു വിട്ടിട്ട് വീട്ടിലേക്ക് പോയി. ആൾക്കവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ലേ, 2-3 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ക്ലീനിങ്ങും പരിപാടിയുണ്ട്. പിന്നെ വീടിങ്ങനെ താമസമില്ലാണ്ട് കിടക്കുകയല്ലേ. ഇവിടെ കുട്ടു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടുവും ഉണ്ട്, പിന്നെ കിങ്ങിണിക്കുട്ടനും ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കും. അങ്ങനെ അവന്മാർ രണ്ടുപേരും ഉണ്ട്. എന്നാലും ഞങ്ങൾ ആരും ഇങ്ങോട്ട് അധികം ഇങ്ങനെ വരാറില്ല. അമ്മയാണെങ്കിലും വന്നിട്ട് 1 വീക്കേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും ജോലിക്ക് പോയി. അപ്പം അമ്മയുടെ അടുത്ത് തന്നെ കേട്ടോ ജോലിക്ക് പോയേക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ വന്ന് നിൽക്കാനും ഒരു ഉത്സാഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മടിയാട്ടോ വരാൻ. അമ്മ ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടേത് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേനും കറണ്ട് പോയി കേട്ടോ. 2 ദിവസമായിട്ട് ഇവിടെ കറണ്ടേ ഉണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. മഴയൊക്കെ കാരണം കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ ഞാൻ പിന്നെ ഇൻഡക്ഷനിൽ കാപ്പി വെച്ചു. ഗ്യാസ് തീർന്നിരിക്കുക കേട്ടോ. അപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എടുക്കാതിരുന്നതാണ്. ഇനി എന്തായാലും ഉടനെ എടുക്കണം. അപ്പോൾ രാവിലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോഴേ തോന്നി മഴ വരാനാണെന്ന്. അതാണൊന്ന് കറണ്ട് പോയിട്ടൊക്കെ വന്നത്. പോയിട്ട് ഒരു 10-15 മിനിറ്റിൽ വന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല മഴയുണ്ടായിരുന്നു, നല്ല കാറ്റോടുകൂടിയ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും പറയുന്നതൊക്കെ കാണാൻ നല്ല രസമാണെങ്കിലും കാറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയന്മാരം ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ കാപ്പിയായിട്ട് പിന്നെ തിണ്ണേ വന്നിരുന്ന് കാപ്പി പിടിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് 2-3 ദിവസമായിട്ട് നിർത്താതെ മഴയായിരുന്നു. മരമൊക്കെ ഒടിഞ്ഞ വഴിയിലൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പി കുടിച്ച് കഴിയുമ്പോൾ വല്ലാത്ത തൃപ്തിയാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ പഴം പുഴുങ്ങാനായിട്ട് കുക്കറിൽ ഇതുപോലെ വെക്കുന്നുണ്ട്. നമ്മൾ ഇൻഡക്ഷനിൽ വെക്കാനുള്ള പാത്രമില്ല കേട്ടോ. അപ്പച്ചട്ടി ഉണ്ട്, പക്ഷേ അത് നമുക്ക് അടുപ്പിൽ വെക്കണം. അപ്പോൾ വിറകില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോർമലി ഞാൻ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷേ ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടോ സംഭവം. ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് പാത്രം കഴുകാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ്. ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് നോക്കിയപ്പോഴത്തേനും ഉണ്ട് ആ വട്ടപാത്രത്തിനകത്തേക്ക് ആ വെള്ളം മുഴുവൻ ഇങ്ങനെ വലിച്ചെടുത്തേക്കുന്നു. അതിൻ്റെ ബാക്കി സ്ഥലത്തൊന്നും വെള്ളമില്ല. അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ കുക്കറിൻ്റെ മുകളിൽ മറ്റേ ഈ ഇഡലിത്തട്ടിൻ്റെ ആ സംഭവം വെച്ചിട്ട് അങ്ങനെ വെച്ചു കിട്ടും. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരുവിധം വെന്ത് കിട്ടി. അപ്പോൾ 2 ഉണ്ടാക്കി കേട്ടോ. കുട്ടുവിന് ഒരെണ്ണം ഉണ്ടാക്കി, എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കി. ആ കാക്കിലോ പഴം വാങ്ങിച്ചാൽ ഞങ്ങൾ 2 ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഒന്നും അങ്ങനെ വാങ്ങിയില്ല. അപ്പം 3 ആകെപ്പാടെ കിട്ടുള്ളൂ. ഒരെണ്ണം ഞാൻ കഴിച്ചു കേട്ടോ. എന്നിട്ട് ബാക്കി 2 ഞങ്ങൾക്ക് 2 ആൾക്കും പുഴുങ്ങി. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പഴവും കഴിച്ചിട്ട് പിന്നെ പോയിട്ട് പാത്രമൊക്കെ കഴുകി ആദ്യം അരി ഇടാമെന്ന് വിചാരിച്ചു. അടുപ്പത്ത് അരി ഇടുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ പാത്രം കൂടെ കഴുകിയപ്പോഴത്തേനും ചോറ് വെന്ത് കിട്ടും. കുത്തിരി ചോറായതുകൊണ്ട് വേകാനും കുറേ സമയം എടുക്കും. അമ്മയുള്ള സമയത്താണെങ്കിൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അമ്മ ഇവിടെ ഒരാഴ്ച അമ്മയുടെ ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അമ്മ പിന്നെ എല്ലാം അങ്ങ് ചെയ്ത് വെക്കും. അങ്ങനെ അധികം ഒന്നും പണി പറയത്തില്ല. പക്ഷെ അമ്മയില്ലെങ്കിൽ പിന്നെ എല്ലാം അങ്ങ് ചെയ്യും കേട്ടോ. ആരെങ്കിലും നമ്മളിങ്ങനെ എന്താ ചെയ്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു മടി പിടിക്കില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പണിയൊക്കെ ചെയ്ത് തീർത്ത് വേഗം ഓരോരോ പരിപാടിയായിട്ട് ചെയ്യും. ചേട്ടായി ഉണ്ടെങ്കിൽ എങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി ആ പണിയെടുക്കുന്നുണ്ടെങ്കിൽ 2 കൂടെ ആടി തൂങ്ങി നിന്ന് ഒരു വിധത്തിലേ പണി തീർക്കത്തുള്ളൂ. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ട് ഞാൻ വേഗം പോയിട്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട്. ഇന്നലത്തെ ഫുള്ള് പാത്രം ഉണ്ട് കേട്ടോ. ഇന്നലെ പാത്രം കഴുകാൻ വേണ്ടി പറ്റിയില്ല. ഇവിടെ മഴയായ കാരണം കറണ്ടേ ഇല്ലായിരുന്നു. ഞാൻ രാത്രി എങ്ങാണ്ട് പോയിട്ട് ഇന്നലെ പകലൊന്നും കറണ്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് പോകും വരെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളവും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഇന്നലെ ടാങ്ക് ഫുള്ള് വെള്ളം നിറച്ചിട്ടിട്ട് കഴുകി വെച്ചില്ല. ഇന്ന് കഴുകാമെന്ന് വിചാരിച്ചു. വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ കോരണമല്ലോ. അപ്പോൾ ഇവിടെ തൊട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വെള്ളം തീർത്തില്ല. ഇന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ മഴയൊന്നും തോർന്നുകൊണ്ട് കറണ്ടിന് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ചെറുതായിട്ട് പാത്രം നിരത്തുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ ഇപ്പോൾ സവോള അരിയണമെങ്കിൽ ഒരു പാത്രം എടുക്കും, പച്ചക്കറി അരിയണമെങ്കിൽ ഒരു പാത്രം എടുക്കും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ നിരത്തി വെക്കും. അതുകൊണ്ട് തന്നെ പാത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അതിന് ശേഷം ഇവിടെ ഒക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടുള്ളപ്പോൾ കുട്ടുമാണ് കേട്ടോ ഫുള്ള് വൃത്തിയാക്കി ക്ലീനാക്കിയൊക്കെ ഇടുന്നത്. അവനെപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ ഞാൻ വന്നതുകൊണ്ട് പിന്നെ ഞാനാണിപ്പം എല്ലാം ചെയ്യുന്നത്. എന്നാലും അവനും ഓരോന്നൊക്കെ ചെയ്യുന്നു കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അവൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ചോറും വെന്തു കേട്ടോ. കുത്തിരി ആയതുകൊണ്ട് കുറേ സമയം എടുത്തു. പാത്രം കഴിയാതെ എനിക്കൊരു 1/4 മണിക്കൂർ വേണ്ടി വന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ചോറും വെന്തു.
ചോറും വറക്കുന്നുണ്ട്. അപ്പം മറ്റേ കൂട്ട് പാത്രമില്ല കേട്ടോ, ഇങ്ങനെയാണ് ഇവിടെ വാർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയിലൊരു പാത്രം വെച്ചിട്ട് ഇതേപോലെ കോരി ഒഴിച്ച് അങ്ങനെ വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ക്യാബേജ് ഉണ്ടായിരുന്നു, പിന്നെ ഉണക്കമീനും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ക്യാബേജ് തോരൻ വെച്ചിട്ട് ഉണക്കമീനും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. തോരനല്ല കേട്ടോ, മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ സാധനങ്ങൾക്ക് കുറവുണ്ട്. ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ കുറച്ച് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുട്ടൊന്നും പിന്നെ അങ്ങനെ അധികം കുക്കിംഗ് ചെയ്യാറില്ല, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അമ്മ വന്നപ്പോൾ വാങ്ങി വെച്ച കുറേ സാധനങ്ങളുണ്ടായിരുന്നു, പിന്നെ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് കുറേയൊക്കെ പൂപ്പലും പിടിച്ച് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. വന്ന ദിവസം ചേട്ടായി ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ചേട്ടായി പോയി. അപ്പോൾ ഞാൻ ക്യാബേജ് അരിയുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കുനുകുനാന്നരിയാൻ ഇച്ചിരി പാടാണ്. ഞാൻ മറ്റേ വീട്ടിൽ ഗ്രേറ്റർ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ കൂട്ടത്തിൽ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മൂവിയാണ് കേട്ടോ, 1.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കണ്ടുകൊണ്ടിരുന്ന ഉണക്കമീൻ്റെ കാര്യം മറന്നു പോയിട്ടോ. സ്മെല്ല് വന്നപ്പോഴാണ് ഞാൻ പോയി നോക്കിയത്. അപ്പോഴത്തേക്കും ഒരു സൈഡ് കരിയാറായിട്ടുണ്ടായിരുന്നു, ഭാഗ്യത്തിന് കരിഞ്ഞില്ല, കുറച്ച് ഒന്ന് ചെറിയ കരിയൊക്കെ ആയിരുന്നേ ഉള്ളൂ. പക്ഷെ കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പിന്നെ അത് തിരിച്ചിട്ടിട്ട് ഞാൻ വന്നിട്ട് ബാക്കി അരിയുന്നുണ്ട്. ഒരു സാധാരണ സ്റ്റോറിയാണ് കേട്ടോ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ ഫീൽ ഗുഡ് മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ എന്നാലും കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. എനിക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഫീൽ ഗുഡ് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ത്രില്ലേഴ്സൊക്കെ കാണാൻ തുടങ്ങിയത്. പണ്ട് മുതലേ ഞാൻ ഫീൽ ഗുഡിൻ്റെ ആളാണ്. ഒരുപാട് അങ്ങനെ ക്രിഞ്ചൊന്നും ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനത്തെയൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളുടെ കുറവുണ്ടായിരുന്നു. ആദ്യമേ തന്നെ മഞ്ഞപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ, മഞ്ഞപ്പൊടി പൂപ്പൽ പിടിച്ച് പോയായിരുന്നു. പിന്നെ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മുറ്റത്തുനിന്ന് കാന്താരി വലിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പുറത്തുമായിട്ട് 2 കാന്താരി ഉണ്ട്, ഇച്ചിരിയൊക്കെ കിട്ടിയുള്ളൂ, എന്നാലും അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കറി കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു കേട്ടോ, പക്ഷേ ടേസ്റ്റൊക്കെ സെയിമാണ്, ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. അവൻ ഞാൻ അടുക്കളയിൽ പണി കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുട്ടു മുറ്റടിക്കുന്നുണ്ട്. ഞാൻ മുറ്റടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ അവൻ മുറ്റടിക്കുന്നുണ്ട്. അവൻ ഇവിടെ എല്ലാം ചെയ്തിടും കേട്ടോ, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസമായിട്ട് മുറ്റടിയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു. നമ്മുടെ വീട് ഫുള്ള് റബ്ബർ തോട്ടത്തിൽ ചുറ്റിക്കിടക്കുന്നതുകൊണ്ട് എപ്പോഴും നല്ല കരിയിലേ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഈ ഒരു നടക്കുന്ന ആ ഭാഗം അടിച്ചിട്ടുകൊണ്ടാണ് താഴെ ഭയങ്കരമായിട്ട് കരിയില കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം അവൻ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. താഴത്തെ ഭാഗം ഇങ്ങനെ വെള്ളം വീണ് അവിടെ നിന്ന് അടിച്ചെടുക്കാൻ പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൻ മറ്റേ ഈ തോണ്ടിയെടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലത്തെ. അപ്പം അവിടെ പോയിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ നീക്കി വിടുന്നുണ്ട്, എന്നിട്ട് അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പുറകുവശം നല്ല വൃത്തിയായി. അപ്പോഴത്തേക്കും ചോറും കറിയൊക്കെ റെഡിയായി. എനിക്ക് നല്ലോണം വിശക്കാനും തുടങ്ങി. അപ്പോൾ ഉണക്കമീനും പിന്നെ കണ്ണിമാങ്ങാച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണിമാങ്ങാച്ചാർ. ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിയാട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ചോറുണ്ടുന്നുണ്ട്. പണ്ട് തുടങ്ങി എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് ഞാൻ കഴിക്കും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാടെ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്താ പറയുക, കഴിക്കുമ്പോൾ തോന്നും കുറച്ചുകൂടെ കഴിക്കണമെന്ന്, പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ തോന്നും അയ്യോ കഴിക്കണ്ടായിരുന്നത്. ഒരുപാട് ശ്വാസം വിട്ടത് അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മയും പറയും അമ്മയ്ക്ക് അങ്ങനെ തന്നെ ഉണ്ടെന്ന്. എന്താ പറയുക, കുറച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് വയറ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദീപരയൊക്കെ പോയി അടിച്ച് വാരിയിടുന്നുണ്ട് കേട്ടോ. അപ്പം മഴയായതുകൊണ്ട് കയറി ഇറങ്ങി കുറേയൊക്കെ ചെളിയായിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇവിടെയൊക്കെ അടിച്ച് വാരുന്നുണ്ട്. തിണ്ണേ പിന്നെ മുഴുവൻ നമ്മുടെ ഇക്രുമോന് രോമമാണ് കേട്ടോ. ടിപ്പുവിന് 2 ദിവസമായിട്ട് കാണാനില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. വന്ന ദിവസം കണ്ട് ആശാനയോടെ കണ്ടാണ്. അവൻ പിന്നെ ഫുള്ള് സർക്കിട്ടാട്ടോ. അപ്പോൾ തിണ്ണ അടിച്ച് വാരണ്ടതുകൊണ്ട് പതുക്കെ സോപ്പിട്ട് കൊഞ്ചിച്ച് ഞാൻ അവനത് എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുട്ടൂനും കിങ്ങിണീനെ ഞാൻ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പുറകെ ആശാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിണ്ണ ഫുള്ള് അവൻ്റെ വെള്ളരോമമാണ് കേട്ടോ. ടിപ്പുവിൻ്റെ പക്ഷേ വെള്ള റൂമല്ല, ടിപ്പുവിന് കുറച്ച് വെള്ളയും കുറച്ച് കറുത്ത റൂമുമാണ്. പിന്നെ മഴയായതുകൊണ്ട് ഞങ്ങളങ്ങനെ എഴുന്നേപ്പിച്ച് വിടാറില്ല കേട്ടോ. മഴയില്ലാത്തപ്പം അമ്മ ഓടിച്ചു വിടും, തിണ്ണേന്ന് മാറി കിടക്കാൻ പറയും. അപ്പോൾ അമ്മമാർ ആ പാറയിലൊക്കെ പോയി കിടക്കും. മഴയുള്ളപ്പോൾ പിന്നെ നമുക്ക് വേറെ കൂടൊന്നുമില്ല, നമ്മളിങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്നതുകൊണ്ട് അവർ ആ തിണ്ണയിലാണ് കിടക്കുന്നത്. പിന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി ഇടുന്നതുകൊണ്ട് വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു തിണ്ണയിൽ വാതിക്കൽ ആ മൂലയിൽ അവനവിടെ അങ്ങനെ മിണ്ടാതെ കിടന്നോളും. വേറെ ശല്യങ്ങളൊന്നുമില്ല. എപ്പോൾ പുറത്ത് പോയാലും നമ്മുടെ പുറകെ ടൗൺ വരെ ഇങ്ങനെ നടക്കാൻ വേണ്ടി വരും കേട്ടോ. എവിടെ പോയാലും ഒരു നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും. ആശാൻ ഇങ്ങനെ നമ്മുടെ കൂടെ നടക്കും. പണ്ട് അങ്ങനെ നമ്മുടെ കൂടെ വന്നൊരു പട്ടിക്കുട്ടൻ ചത്തുപോയിട്ടോ. അത് പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇങ്ങനെ നമ്മുടെ കൺമുമ്പിലൊക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവന്മാരെപ്പോഴും അതെ, പണ്ട് മുതലേ വളർത്തുന്നവന്മാർ നമ്മളിവിടെ നടന്ന് റോഡിലെത്തുമ്പോഴത്തേനും അവിടം വരെ നമ്മുടെ പുറകെ വരും. എന്നിട്ട് റോഡ് അവരുടെ വീട് പോലെ ആട്ടോ നടത്തും. റോഡിൽ കൂടെ എങ്ങാണ്ട് നടുക്കൂടെ കയറി നടക്കുമായിരുന്നു. എങ്ങനെയോ ഒരെണ്ണത്തിന് ആക്സിഡൻ്റ് ആയി. പക്ഷെ ഓടിച്ചു വിട്ടാലും പോകത്തില്ല കേട്ടോ, നമ്മുടെ പുറകെ തന്നെ വരും. ആർക്കും ഉപദ്രവമൊന്നുമില്ല. വന്ന് ആ റോട്ടിലിരുന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നുള്ളൂ. അത് അങ്ങനെ ഞാൻ തിണ്ണയും പെരക്കാകും ഒക്കെ അങ്ങ് തുടച്ചിട്ടും. ചെറിയ അഴുക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ അഴുക്കൊന്നുമില്ല കേട്ടോ. ഞാൻ മാത്രമേ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു അഴുക്ക്
അഴുക്കാണ്. എനിക്കിങ്ങനെ കുറേ തണുപ്പായി കഴിയുമ്പോൾ കാലിന് വേനെടുക്കും. അപ്പം ഞാനാണെങ്കിൽ വേറെ ചെരുപ്പില്ലാത്തതുകൊണ്ട് ഈ ചെരുപ്പ് തന്നെ അകത്തും പുറത്തും ഒക്കെ ഇടും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെരുപ്പ് വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും ഇവിടെയും കൊണ്ടിടണം. അമ്മയുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഷോർട്സ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഒരു 1 ഹവറിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് കുറേ സമയം എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ലോങ് വ്ളോഗാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ ഇവിടെ നിന്ന് ലോങ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ഒരു 3-4 GB ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയിട്ട് പിന്നെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണി തീർന്നുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താളി തേക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം കറ്റാർവാഴയുണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തി ഉണ്ട്. പിന്നെ കറ്റാർവാഴ വേണ്ട, ചെമ്പരത്തി തേക്കാമെന്ന് വിചാരിച്ചു. കറ്റാർവാഴ കുറച്ച് തണുപ്പാണല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈയിടെയായിട്ട് ജലദോഷം പിടിക്കുന്നതുകൊണ്ട് അത് പണിയാവണ്ട. അപ്പോഴത്തേനും കുട്ടും കിങ്ങിണിയും കടയിൽ പോയിട്ട് വന്നു കേട്ടോ. അവരെ പാലും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞ വീട്ടേക്കുമായിരുന്നു. ഇക്രു അവരുടെ കൂടെ കടയിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിയാണ്. പിന്നെ ആശാൻ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കുക കേട്ടോ. സ്റ്റാച്ചു പോലെ ഒരു നിപ്പാണ്, അനക്കവും ബഹളവും ഒന്നും ഉണ്ടാവത്തില്ല. അതൊക്കെ നമ്മുടെ ബ്രൂണോച്ചൻ അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓട്ടമായിരിക്കും, അവൻ അടങ്ങിയിരിക്കത്തേ ഇല്ല. ഇക്രു നേരെ ഓപ്പോസിറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ ഇല പറിച്ചോട്ടോ. ഒറ്റ പൂവില്ല, ഈയിടെയായിട്ട് വെട്ടിട്ട് പിന്നെ വളർന്നു വന്നതാണ് ഇതൊക്കെ. വലിയ മരമായിട്ട് കാട് പിടിച്ച പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതേ ഞാൻ കൊണ്ടുപോയിട്ട് ആദ്യമേ അത് കഴുകുന്നു കേട്ടോ. ഇക്രു അവിടെ എൻ്റെ പുറകെ വന്നു. എന്തിനാണെന്നറിയത്തില്ല, കുറേ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഇക്രു പോകുന്നിടത്തോട്ട് ഞാൻ പോകുന്നിടത്ത് ഇക്രു പോകുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ ചെമ്പരത്തി കല്ലിൽ വെച്ച് ഉരയ്ക്കുന്നുണ്ട്. കുഞ്ഞിലേ ഞാൻ അരകല്ലിൽ വെച്ച് അരയ്ക്കുമായിരുന്നു. പിന്നെ തോട്ടിലൊക്കെ പോകുമ്പോൾ തോട്ടിലെ കല്ലിലായിരുന്നു ഉരച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങനെ ഉരയ്ക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പത വരത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ ഉരച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു പതയും ആ ഒരു വഴുക്കലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തലയിൽ ഇടുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ട് ഉരച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുറേ പതയും കിട്ടി. കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. നേരത്തെയൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ കുറേ നേരം തേച്ച് വെച്ചിട്ടായിരുന്നു കുളിക്കുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെ അത്ര നേരം വെക്കാറില്ല. പെട്ടെന്ന് തന്നെ തലയിൽ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് തന്നെ ഞാൻ കഴുകിക്കളയും. ചെവിയിൽ പൂപ്പൽ കയറിയ പിന്നെ ഞാൻ ഹെയർ കെയർ ഭയങ്കര കുറവാട്ടോ. അതുകൊണ്ടാണ് മുടിയൊക്കെ ഇപ്പോൾ ഭയങ്കര ഡാമേജ് ആയിട്ട് ഇരിക്കുന്നത്. നല്ല താരൻ മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ എപ്പോഴും ഹെയർ വാഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം കുറഞ്ഞ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ഹെയർ വാഷൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊന്ന് അടുപ്പിച്ച് 1.5 ആഴ്ചയൊന്നും ഹെയർ വാഷ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നു. തലയിൽ കുറച്ച് പോലും വെള്ളം വീഴാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് കുറവുണ്ട്. അപ്പോൾ പെരയ്ക്കാത്ത പണിയൊക്കെ കഴിഞ്ഞെങ്കിലും തുണി അലക്കാൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം തുണി ഉണ്ടായിരുന്നു. മഴ ആയത് കാരണം പുറത്തിറങ്ങി അലക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സോപ്പ് പൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന്മാരെ വിട്ടിപ്പോൾ സോപ്പ് പൊടി വാങ്ങിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതും അങ്ങ് അലക്കിയിടാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തോടൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും തോട്ടിലൊന്നും പോകാറില്ല. പണ്ട് ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും തോട്ടിൽ ചാടാൻ പോകുമായിരുന്നു. അലക്കാനും കുളിക്കാനും ഒക്കെ നമ്മൾ കുഞ്ഞിലെ മുതൽ തോട്ടിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും വെള്ളവും കണക്ഷനും ഒക്കെ വന്നേ പിന്നെ ആളുകളും വരാനില്ലാണ്ടായി. അതുകൊണ്ട് ഒട്ടും ആളുണ്ടാവില്ല കേട്ടോ. കുഞ്ഞിലേ ഞങ്ങൾ പിന്നെ ഒരു പിള്ളേർ സെറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കുളിക്കാനൊക്കെ പോവുക. ഇപ്പം അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി. വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. പ്രത്യേകിച്ച് ഞാൻ പോയതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും തന്നെ ഈ ഒരു സ്ഥലം ഞാൻ എങ്ങനെയാണോ വളർന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പം എനിക്ക് ഇങ്ങനത്തെ ചിന്തകളാട്ടോ. എൻ്റെ മെയിൻ ചേട്ടായാണ്. എന്ത് കണ്ടാലും എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാവും. ഓരോ സ്ഥലം കാണുമ്പോഴും എന്ത് കണ്ടാലും ഒരു പാറ കണ്ടാലും ഞാൻ അതിൻ്റെ പുറകിലുള്ള കഥകളും പണ്ടത്തെ കാര്യങ്ങളും എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അവധി ഞാൻ തുണി ഓരോന്നായിട്ട് പിഴിഞ്ഞ് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പം വിരിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. മിക്കവാറും രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് കേട്ടോ. പെയ്യുമ്പം ഒരു നല്ല മഴ പെയ്തിട്ടാണ് തോരുന്നത്. അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എങ്ങാനും എടുത്ത് അകത്തേക്ക് ഇടാമെന്ന് ഓർത്തു. അലക്ക് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കയറി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേനും കിങ്ങിണി പറഞ്ഞു ചേച്ചി കാപ്പി ഇടാൻ. അപ്പോൾ പിന്നെ കാപ്പി ഇട്ട് അവന്മാർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ പാല് മേടിച്ച് തന്നിട്ട് കുറേ നേരമായി. ഞാൻ പിന്നെ ഓരോ പണിയും പിടിച്ചങ്ങ് പോയതായിരുന്നു. എന്നാൽ പിന്നെ കാപ്പി കുടിച്ചിട്ട് ബാക്കി പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. കാപ്പി കുടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിച്ചങ്ങ് ഇരിക്കും കേട്ടോ. പിന്നെ അവന്മാരെ കൊണ്ട് പഴംപൊരിയും വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഴംപൊരിയും കഴിച്ച് കാപ്പിയും കുടിക്കുന്നുണ്ട്. അവർ ബൂസ്റ്റാട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ചായപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബൂസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ബൂസ്റ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് കുടിക്കുമായിരുന്നു. പിന്നെ ഞാനതങ്ങ് നിർത്തി. ഒരു അഡിക്ഷൻ പോലെ ആയപ്പോഴത്തേനും പിന്നെ അത് മാറ്റി. അമ്മ കുഞ്ഞിലെ എത്ര ബൂസ്റ്റ് വാങ്ങിച്ചു വെച്ചാലും ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തീർക്കും കിട്ടും. ഫുള്ള് കട്ടുതീറ്റയായിരുന്നു. മെയിൻ ആൾ ഞാനാണ് കട്ടുതീറ്റയുടെ. അനിയത്തി അത്ര കാണിക്കില്ല കേട്ടോ. ഞാനും അനിയനുമായിരുന്നു മെയിൻ കട്ടുതീറ്റയുടെ ആൾക്കാരും. അതുകൊണ്ട് തന്നെ പിന്നെ വാങ്ങലേ ഇല്ലാണ്ടായി. പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിനും. അപ്പോൾ ഞങ്ങൾ ചായയും കുടിക്കുന്നത് നോക്കി ഇതേ ഇക്രു ഓടി ഇരിപ്പുണ്ട്. എന്നിട്ട് ഇക്രുവിനും കുറച്ച് പാല് കൊടുത്തു കേട്ടോ.
അവൻ ആ പാല് കിട്ടണം വരെ ഞങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി അവൻ്റെ കൊതി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനും കുറച്ച് പാൽ കൊടുത്തു. ഞാൻ വന്നപ്പോഴാട്ടോ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇവന്മാരങ്ങനെ എപ്പോഴും പാല് വാങ്ങുന്നതൊന്നുമില്ല. ഒരു കടയിൽ പോയിട്ടായിരിക്കും മിക്കവാറും ചായയൊക്കെ കുടിക്കുന്നത്. അവ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു. തല തോർത്തിയപ്പോൾ മുഴുവൻ ചെമ്പരത്തിയുടെ പൊടിയായിരുന്നു കേട്ടോ. പിന്നെ വലിയ വലിയ ഇലയുടെ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെ ഊർന്നു പോകും. നമ്മളിങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തരിയായിരിക്കും. അതിലും ഭേദം കേട്ടോ. കുറച്ച് നേരം നമ്മൾ മുടി ആട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ കുറേ അങ്ങ് താഴെ പൊക്കോളും. ഞാൻ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉണ്ട് നല്ല മഴ. ഭാഗ്യത്തിന് ഞാൻ മഴയ്ക്ക് മുമ്പേ കുളിച്ചു. മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടി കയറി വിട്ടു. പിന്നെ ചൂടുവെള്ളം വെച്ചാലേ കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചൂടുവെള്ളമൊന്നും വെച്ചില്ല. ആ സമയത്ത് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം കുളിച്ച് കയറി പോകുന്നു. പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു ചെടി ഇരിക്കുന്നു. ഇത് ഞാൻ അകത്ത് വന്ന സമയത്ത് ഇങ്ങനെ വാടിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ പുറത്തുനിന്ന് സൂര്യപ്രകാശം കൊള്ളിക്കാൻ വേണ്ടി കൊണ്ടു വെച്ച് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പുതിയ ജീവനൊക്കെ കൊടുക്കാം. വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ വന്നപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചിരുന്ന പാത്രമാണ്. എന്തെങ്കിലും ക്രാഫ്റ്റിന് വേണ്ടി അടിച്ച് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് കണ്ടത്. എന്നാൽ പിന്നെ അതിനകത്ത് ഒഴിച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഈ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും കുറച്ച് പെബിൾസ് കൊണ്ടുവരണം. വീട്ടിൽ കുറേ ഇരിപ്പുണ്ട് കേട്ടോ പെബിൾസ്. നമ്മൾ നേരത്തെ മറ്റേ അക്വേറിയം പോലെ മീൻതൊട്ടി ഉണ്ടാക്കിയ സമയത്ത് ഇട്ടിരുന്നതാണ്. അപ്പോൾ അതും ഇതിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഷെൽഫിൽ വെക്കുന്നുണ്ടോ. ഷെൽഫിൽ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് ചെളിയൊക്കെ ആയി നശിച്ചിരിക്കുവാണ്. നമ്മൾ ഈ വീട് പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ കേട്ടോ. അമ്മ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. കുറച്ച് സമയം എടുത്ത് പതുക്കെ വൃത്തിയാക്കണം. അകപ്പാടെ ഷെൽഫിൽ ഞങ്ങളുടെ മൂന്നാളുടെയും ഫോട്ടോ ഉണ്ട്. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് എടുത്ത ഫോട്ടോ ഒരുമിച്ച് ആക്കിയതാട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ആകെയുള്ള ഫോട്ടോ ഇതാണ്. അങ്ങനെ അധികം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും ഫോണൊന്നും ഉണ്ടായിരുന്ന കാലമല്ലല്ലോ. അപ്പോൾ അതേ ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴാണ് ചിലപ്പോൾ ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കുന്നത് കണ്ടത്. പിന്നെ കഴുകാനും വറുക്കാനും ഒന്നും നിന്നില്ല. തേങ്ങ കുത്തിപ്പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്ന് കുത്തിപ്പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടായി വീഡിയോ കോൾ ചെയ്തു കേട്ടോ. അപ്പം ശ്രീക്കുട്ടനും മാളും എല്ലാവരും ഉണ്ട്. പിന്നെ കുറേ നേരം അവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്കിവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. അവിടെ പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് ചേട്ടായിക്കൊക്കെ നല്ല റേഞ്ച് ഉണ്ട്. ശ്രീക്കുട്ടൻ അവിടെ ഇരുന്ന് ഓരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലോണം പിള്ളേരെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്നാലും അവൻ എൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്തൊക്കെയോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലിയർ ആവാണ്ട് വരുന്നുണ്ട്. പിന്നെ കുറേ നേരം അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് കുറച്ചൊക്കെ ഞാൻ തേങ്ങ കുത്തിപ്പൊളിച്ചെടുത്തു. ബാക്കി വരുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേനും ഞാനത് വാക്കത്ത് വെച്ച് തല്ലി പൊട്ടിച്ചു കേട്ടോ. ഒരു കുഞ്ഞ് തേങ്ങയായിരുന്നു. ഞാൻ കുറേ തട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അതിങ്ങ് പൊട്ടിപ്പോന്നു. അങ്ങനെ ഞാൻ അത് പിന്നെ ഇങ്ങനെ കണ്ടിച്ചെടുത്തു തൊട്ട് കുറച്ച് തേങ്ങയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ പൊളിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫുള്ളും വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി. അതുകൊണ്ട് കുറേ മിച്ചം വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഞാൻ മാക്സിമം കഴിക്കാൻ പറ്റണ അത്രയും കഴിച്ച് തീർത്തു. അപ്പോൾ എനിക്ക് ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റ് പോലെ കറി വെക്കുന്നതിൽ ഇഷ്ടം ചമ്മന്തിയായിട്ട് അരയ്ക്കുന്നതാണ്. അപ്പോൾ ഞാനുള്ള സാധനമൊക്കെ വെച്ചിട്ട് പിന്നെ ചമ്മന്തി ഉണ്ടാക്കി. എനിക്ക് കുറേ കറിയൊന്നും ഇല്ലെങ്കിലും ഇഷ്ടമുള്ള 2 കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കിട്ടു. ഇങ്ങോട്ട് പിന്നെ ഞാൻ അധികം ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരാത്തത് ചീത്തയായി പോകുമെന്ന് മേടിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ 2-3 ദിവസം നിൽക്കാനുള്ള പ്ലാനിലൊന്നും അല്ല വന്നത്. 1-2 ദിവസത്തിൽ പോകണമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഴയും കാര്യങ്ങളൊക്കെ ആയി. എന്നാൽ പിന്നെ 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ അതേ കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് കണ്ണിമാങ്ങയാട്ടോ. കണ്ണിമാങ്ങയും ചെമ്മീൻ നല്ല കോമ്പിനേഷനാണ്. എനിക്കിഷ്ടപ്പെട്ടു. കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ക്യാബേജും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി ചോറുണ്ടു. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി എന്തൊക്കെയോ ഇരുന്നു. അപ്പോഴത്തേക്കും കറണ്ട് പോയി കേട്ടോ. എൻ്റെ ആണെങ്കിൽ കട്ടിൽ മുഴുവൻ ഞാൻ നേരത്തെ ഇട്ടേക്കുമായിരുന്നു. കുറേ തുണിയും സാധനങ്ങളൊക്കെ എന്തോ കാര്യത്തിന് പുറത്ത് പോയപ്പോൾ തപ്പിയതാണ്. തിരിച്ച് വന്നപ്പോഴാണെങ്കിൽ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഇന്നും കറക്റ്റ് സമയം ഞാൻ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും നല്ല മഴയും കറണ്ടും പോയി. അപ്പം പിന്നെ എന്തായാലും ഉള്ള ലൈറ്റിൽ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കിട്ടിയ സ്ഥലത്തോട്ടൊക്കെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്കിവിടെ വന്നപ്പോൾ വീട്ടിലിടാൻ ഡ്രസ്സില്ലാഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പെട്ടിക്കകത്ത് കുറേ കുത്തിപ്പൊക്കി. അതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് പിന്നെ നേരെ ഞാൻ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കറണ്ടും കൂടി ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിലൊരു ഉറക്കത്തിനുള്ള മൂഡായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഉറക്കവേ വരില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ നല്ല ലേറ്റായിട്ട് ഉറങ്ങുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് കറക്റ്റ് സമയത്തിന് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗുകൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.